A regular pentagon is drawn with all its vertices on a circle of radius 15 cm. Calculate the length of sides of this pentagon. ഒരു സമപഞ്ചഭുജത്തിന്റെ മൂലകളെല്ലാം 15 സെന്റിമീറ്റർ ആരമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആ സമപഞ്ചഭുജത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ക്വസ്റ്റ്യന്റെ ഐഡിയ കിട്ടിയല്ലോ. ഒരു പെന്റഗൺ അഥവാ സമപഞ്ചഭുജത്തിന്റെ എല്ലാ മൂലകളും വൃത്തത്തിലാണ്. നമുക്ക് കാണേണ്ടത് ഈ പെന്റഗൺ അല്ലെങ്കിൽ ഈ പഞ്ചഭുജത്തിന്റെ ഒരു സൈഡാണ്. നമുക്കറിയാം പഞ്ചഭുജത്തിന്റെ എല്ലാ കോണുകളും 108 ഡിഗ്രിയാണ് അല്ലെ. റെഗുലർ പഞ്ചഭുജത്തിന്റെ എല്ലാ കോണുകളും എത്രയാണ്? 108 ഡിഗ്രിയാണ്. അപ്പൊ ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആംഗിൾ ബൈസെക്ടർ സെന്ററിലോട്ടും വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത സെന്ററിലോട്ട് വരച്ചു. അപ്പൊ 108നെ പകുതി ആക്കുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? 54 വരും. ഇതും എത്ര വരും? 54 വരും. നമുക്ക് പകുതിയാക്കി എടുക്കാലോ അല്ലെ. ഇനി അങ്ങനെ 54 വന്നു കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പൊ ഇവിടെ എത്ര വരും? 72 വരും. കാരണം 54 108 ആയി. 108ക്ക് 72 കൂട്ടുമ്പോഴാണ് 180. ഇനി ഇവിടുന്ന് നേരെ മുകളിലോട്ട് നമുക്ക് ഒരു ആംഗിൾ വരക്കാലോ അല്ലെ. ഇവിടെ സെൻട്രൽ ആംഗിൾ 72 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? അതിന്റെ പകുതി 36 വരും. ഓക്കെ ആണല്ലോ. നമുക്ക് തന്നിട്ടില്ല ഒന്നുകൂടി, ഇതൊന്നുകൂടി മായ്ച്ചിട്ട് നമുക്ക് ഒന്നുകൂടി വരക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ സെന്ററിലോട്ട് ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു. അപ്പൊ 108ന്റെ പകുതി ഇവിടെ 54 വരും. ഇവിടെ എന്ത് വരും? 54 വരും. 54 108 ആണ്. അപ്പൊ ബാക്കി 72 ഇവിടെ ഉണ്ടാവും. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഈ മൂലയിലോട്ട് ഒരു ലൈൻ വരക്കാം, ഇവിടുന്ന് നേരെ ഇങ്ങോട്ടും വരക്കാം. അപ്പൊ ഇവിടെ 72 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 36 വരും. ഓക്കെ. ഇനി നമുക്ക് നമ്മളുടെ 2r സൈൻ ഈ റേഡിയസ് 15 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ലെങ്ത് നമ്മൾ വരച്ച റേഡിയസ് എത്രയാണ്? 15 ആണ് അല്ലെ. ഇനി 2r സൈൻ 36 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൈഡിന്റെ നീളം കിട്ടും. കിട്ടൂലേ? അപ്പൊ ഈ ചിത്രം ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒന്ന് വരച്ചു. ഇവിടെ 54 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 72, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? 36 വരും. റേഡിയസ് 15 ആണ്. ഓക്കെ. ഇനി നമ്മളുടെ ഇക്വേഷൻ എന്താണ്? 2r സൈൻ 36 ഈക്വൽ ടു AB എന്ന് കിട്ടും. അതായത് സർക്കിളിൽ വരുന്ന ആംഗിളിന്റെ സൈൻ വാല്യൂവിനെ ഡയമീറ്റർ കൊണ്ട് അല്ലെങ്കിൽ 2r കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2r സൈൻ 36 ഈക്വൽ ടു എന്താണ്? AB ആണ്. സൈൻ 36 നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിൽ നിന്ന് കിട്ടും. 2r എന്ന് പറഞ്ഞാൽ റേഡിയസ് 15 ആണ്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ 2 × 15 × 0.58 എന്ന് കിട്ടും. എന്ത് ചെയ്താൽ മതി? 2 × 15 2 × 15 നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ഇനി 30 × 0.58 ചെയ്താൽ മതി. 30 × 0.58. എങ്ങനെയാ 30 × 0.58 ചെയ്യാം? പോയിന്റും കളയാം, 0 കളയാം. അപ്പൊ 58 × 3 വരും. 3 24, ശേഷം 2 വരും. 3 5 15 2 10. ഇനി ഒരു 0 നമ്മളിവിടെ 30 ഒരു 0 ഒഴിവാക്കിയിരുന്നു അല്ലെ. ആ 0 ഇട്ട് എടുക്കുക. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ. അപ്പൊ 17.40. ഓക്കെ. ഈ സൈനിന്റെ ഒക്കെ വാല്യൂ നമ്മളൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ 0.57 സംതിങ് ആയിരിക്കും. റൗണ്ട് ചെയ്തിട്ടുള്ള 2 വാല്യൂ എടുത്തുന്നുള്ളൂ. നമ്മൾ എടുക്കുന്ന വാല്യൂ അനുസരിച്ച് പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യകൾ എന്ത് ചെയ്യും? ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എക്സാമിന് പേപ്പറിൽ തരും എത്രയാണ് നമുക്ക് സൈൻ വാല്യൂ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് തരും കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടി AB യുടെ നീളം 17.4. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്റഗണിന്റെ ഒരു സൈഡ് അല്ലേ. അപ്പൊ പെന്റഗണിന്റെ അല്ലെങ്കിൽ പഞ്ചഭുജത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ്? 17.4 സെന്റിമീറ്റർ. ഇവിടെ സെന്റിമീറ്ററിലാണ് കേട്ടോ. 15 സെന്റിമീറ്റർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതും എന്തിലായിരിക്കും? സെന്റിമീറ്ററിലായിരിക്കും കേട്ടോ.